ഓക്കെ. അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ? അതിൽ എന്തൊക്കെയായിരിക്കും അതിൽ വരുന്നത്? എന്തൊക്കെയായിരിക്കാം? നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്നത് അല്ലേ? ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്താണ് ഡെയിലി കൂടിക്കൊണ്ടുവരികയാണ് അല്ലേ? ആളുകളുടെ അസുഖം കൂടുന്നതിനനുസരിച്ച് അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ നമ്പറും കൂടി വരുന്നുണ്ട്. പിന്നെന്താണ് ടെക്നോളജീസ്, ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസും അല്ലേ? ലാസ്റ്റ് ഇയറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ആയിരിക്കില്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ? സ്കാനിങ്ങിനായിക്കോട്ടെ പലതരം ഡെവലപ്മെന്റ്, പലതരം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് മൂലവും അല്ലെങ്കിൽ എന്താണ് ഈ പുതിയ ഹോസ്പിറ്റൽസ് അല്ലെ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസ് മൂലവും പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ വേസ്റ്റുകളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital constructions for better healthcare. എന്താ അതിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ? ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻസ് മൂലവും പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജീസും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ടെക്നോളജീസിന്റെ ഫലമായിട്ടും ധാരാളം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. Then both waste from any medical practice in healthcare facilities, testing center and laboratories are referred to as healthcare waste or biomedical waste. അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ഈ വേസ്റ്റുകൾ എവിടെ നിന്നാണ്? ഹോസ്പിറ്റലിൽ നിന്നാവാം, ക്ലിനിക്കിൽ നിന്നാവാം, ലാബുകളിലെ ടെസ്റ്റുകളിൽ നിന്നാവാം, ഓക്കെ, ലബോറട്ടറീസിൽ നിന്നാകാം. ഇത്തരത്തില് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും അറിയപ്പെടുന്നത് എന്താണ്? ഏത് പേരിലാണ്? ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ലബോറട്ടറീസ് അല്ലെങ്കിൽ ക്ലിനിക്സ്, ഹോസ്പിറ്റൽ, ഇവിടെ നിന്നെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. Healthcare workers, the general public and the nearby flora and fauna are all at risk from hospital trash. എന്താണ് ഫ്ലോറ ആൻഡ് ഫോണ? ഫ്ലോറ ആൻഡ് ഫോണ എന്താണ്? സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇത്തരം ട്രാഷ് അല്ലെങ്കിൽ ഇത്തരം വേസ്റ്റുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ, പ്ലാന്റ്സുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജന്തുജാലങ്ങളെ, ജീവജാലങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ പബ്ലിക്കിനെയും എൻവയോൺമെന്റിനെയും ഇത് മൊത്തത്തില് ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Flora and fauna. Flora and fauna. Okay. Hospitals and other healthcare facilities, issues with waste disposal have grown to be a cause of rising concern. ഇങ്ങനെ ഹോസ്പിറ്റലുകൾ കൂടി വരുന്നു അല്ലെ, ഹോസ്പിറ്റൽസിന്റെ കൺസ്ട്രക്ഷൻ കൂടി വരുന്നു, നിർമ്മാണം കൂടി വരുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ് എന്തായിരിക്കാം? ഈ വേസ്റ്റ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാം അല്ലെ? ഓരോ ടെക്നോളജീസ് വരുമ്പോഴും ഓരോ ഹോസ്പിറ്റൽസ് വരുമ്പോഴും എന്താണ് അത്രത്തോളം തന്നെ വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റിയും കൂടി വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്തരം വേസ്റ്റുകൾ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാം അല്ലെ? വേസ്റ്റ് നിർമ്മാർജ്ജനം എങ്ങനെ പ്രോപ്പർ ആയിട്ട് നടത്താം എന്നുള്ളത് ഹോസ്പിറ്റൽസ് ആണെങ്കിലും എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന എന്താണ് ഒരു ഇഷ്യൂ ആണ് അല്ലെ?
The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and the resulting rapid growth in the number of healthcare centers. അപ്പോ ഈ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് എന്താണ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലംസ് എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അല്ലെ? എന്താ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? എന്താ? പരിസ്ഥിതി മലിനീകരണം അല്ലെ? ഓക്കെ. അപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് ഈ വേൾഡ് വൈഡ് ആയിട്ട് ഫേസ് ചെയ്യുന്ന, ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു മുഖ്യ പ്രോബ്ലം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. എങ്ങനെയാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? പോപ്പുലേഷൻ കൂടി വരുന്നു അല്ലെ? പോപ്പുലേഷൻ കൂടി വരുന്നു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കൂടി വരുന്നു. ഓക്കെ, ഹോസ്പിറ്റൽസ് കൂടി വരുന്നു, ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കൂടി വരുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇതെല്ലാം കാരണം എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണ്? കൂടി വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. ക്ലിയർ ആണോ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ കാരണം വീണ്ടും എങ്ങനെയാണ് ആളുകൾക്ക് അസുഖങ്ങൾ കൂടുന്നുണ്ട്. ഓക്കെ, അതനുസരിച്ച് ഹോസ്പിറ്റൽസിന്റെ എണ്ണം പിന്നെയും കൂടി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ അതിൽ പറഞ്ഞത്? ജോബി മോൾ. ഓക്കെ, ജോബി മോൾ പറയൂ, എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? പറയൂ, എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ? ടെസ്റ്റിംഗ് സെന്ററിലാണേലും ഹോസ്പിറ്റലിലാണേലും ഹെൽത്ത് ലബോറട്ടറീസ് ആണേലും എന്തുവാ ബയോമെഡിക്കൽ വേസ്റ്റ് വരും. അവിടെ നിന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ പൊതുവെ അറിയപ്പെടുന്നത് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? പിന്നെന്തായിരുന്നു? ഇത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ അഫക്ട് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഫ്ലോറ ആൻഡ് ഫോണ. ആരൊക്കെയാണത്? സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഇത്തരം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പലതരം അസുഖങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന ടെക്നോളജീസ് മൂലമാകാം, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽസിന്റെ നമ്പർ ആണ് വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞു അല്ലെ? അതുമൂലം എന്ത് വരുന്നുണ്ട്? എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ നാച്ചുറലി എന്താണ്? ആളുകൾക്ക് അസുഖങ്ങൾ വരും അല്ലെ? വീണ്ടും ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ, then what is biomedical waste? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. Okay, biomedical waste. Biomedical waste or hospital waste is any kind of waste containing infectious materials produced during the treatment of both people and animal as well as during study involving biology. Okay, എന്താണ് ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താണ്? ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും. ഓക്കെ, അനിമൽസിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പീപ്പിൾസ് ആളുകളുടെ ആയിരിക്കാം ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ, അനിമൽസിന്റെ ട്രീറ്റ്മെന്റിന്റെ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ ട്രീറ്റ്മെന്റിന്റെ ടൈമിലായിരിക്കാം. ഇത്തരം ടൈമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ്. ക്ലിയർ ആണോ? അപ്പൊ എഴുതിക്കോളൂ, എന്താണ്? വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? Biomedical waste, also known as medical or healthcare waste. Biomedical waste, also known as medical or healthcare waste. Comma, refers to waste generated from medical or biological activities. Medical or biological activities.
മാം ഒന്നുകൂടെ പറയാമോ? പറയാം. Biomedical waste, also known as medical or healthcare waste. Medical or healthcare waste, comma, refers to waste generated from medical or biological activities. എന്താണ് കിട്ടിയോ? ഓക്കെ. അപ്പൊ എന്താണ് ബയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റീസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെല്ലാം അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് എന്നാണ്. അതുമല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആരെയെല്ലാം ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്? ഫസീല, ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ജനറൽ പബ്ലിക്സിനെ, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ, ഫ്ലോറ ആൻഡ് ഫോണ, അവരെല്ലാരും എല്ലാത്തിനെയും ഈ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ ട്രാഷ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താണ്? മെഡിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെല്ലാം അറിയപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ്. ക്ലിയർ ആണോ അത്? Then objectives of biomedical waste. എന്തൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയായിരിക്കാം? എന്തിനു വേണ്ടിയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും? അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കാം? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, BMW. കേട്ടോ? To lessen the quantity of waste that must be treated as noxious waste. എന്താണ് നോക്ഷ്യസ് വേസ്റ്റ്? ടോക്സിക് ആയിട്ടുള്ള അല്ലെ, ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളുടെ അളവ്, ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. നോക്ഷ്യസ് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ടു ലെസൺ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് നോക്ഷ്യസ് വേസ്റ്റ്. ഹാനികരമായ വേസ്റ്റുകളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അത്തരം വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നെക്സ്റ്റ് എന്താണ്? ടു ലെസൺ ദ എക്സ്പോഷബിലിറ്റി റിസ്ക് ടു നോഷ്യസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ്. ഇത്തരം ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇത്തരം വേസ്റ്റുകൾ മൂലം വർക്കേഴ്സിന് ഉണ്ടാകാവുന്ന റിസ്കുകൾ കുറയ്ക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? ടോക്സിക് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. രണ്ടാമത്തെ എന്താണ്? ടോക്സിക് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള റിസ്കുകൾ കുറയ്ക്കുക. ആൻഡ് ദ തേർഡ് വൺ, ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് വൺ, ടു എനേബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാഡസ് ജനറൽ വേസ്റ്റ്. നമുക്കറിയാം വേസ്റ്റുകൾ 2 ടൈപ്സ് ആണ് അല്ലെ? ഹസാഡസ് വേസ്റ്റ് ഉണ്ട്, നോൺ ഹസാഡസ് വേസ്റ്റ് ഉണ്ട്. അപകടകരമായ ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, ഡേഞ്ചർ അല്ലാത്ത വേസ്റ്റുകളും ഉണ്ട് അല്ലെ? അപ്പോ നോൺ ഹസാഡസ് വേസ്റ്റുകളായിട്ടുള്ള എന്തൊക്കെയായിരിക്കും നോൺ ഹസാഡസ് വേസ്റ്റുകൾ? പേപ്പർ വരാം അല്ലെ? പിന്നെന്താണ്? ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ പേപ്പർ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഈ നോൺ ഹസാഡസ് വേസ്റ്റുകളെ എന്താണ്? റീയൂസ് ചെയ്യുക. ക്ലിയർ ആണോ? നോൺ ഹസാഡസ് ആയിട്ടുള്ള ജനറൽ വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് BMW അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ക്വാണ്ടിറ്റി കുറയ്ക്കുക. ക്വാണ്ടിറ്റി കുറയ്ക്കുക. വേസ്റ്റിന്റെ നോക്ഷ്യസ് വേസ്റ്റ് അതായത് ടോക്സിക് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ടോക്സിക് വേസ്റ്റ് കൊണ്ട് ഈ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ കുറയ്ക്കുക.
റിസ്കുകൾ കുറയ്ക്കുക. ദെൻ പിന്നെന്താണ്? ഇതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. അപകടകരമല്ലാത്ത വേസ്റ്റുകളൊക്കെ റീയൂസ് ചെയ്യുക. റീയൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളാണെങ്കിൽ നോൺ ഹസാഡസ് വേസ്റ്റുകൾ എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യുക. ക്ലിയർ ആണോ? Then who is at risk? ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് മൂലം ആരെയൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്? ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് ആരെയെല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്? ആരെയൊക്കെ ആയിരിക്കാം? ആരെയൊക്കെ അഫക്ട് ചെയ്യും ബയോമെഡിക്കൽ വേസ്റ്റ്? ഹെൽത്ത് കെയർ സ്റ്റാഫിന്, പേഷ്യൻസിന്. പിന്നെ ആരൊക്കെയാണ്? എന്നാലോചിച്ച് നോക്ക്, ഒരു ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് മൂലം വേസ്റ്റ് ലീക്കേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരം വേസ്റ്റുകൾ കുന്നുകൂടുന്നത് മൂലം അത് ആരെയെല്ലാം അഫക്ട് ചെയ്യും? ഡോക്ടേഴ്സ് അല്ലേ? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അഫക്ട് ചെയ്യും അല്ലേ? ഡോക്ടേഴ്സ്, നേഴ്സസ്. പിന്നെ ആരാണ്? പേഷ്യന്റിന് അഫക്ട് ചെയ്യും അല്ലേ? ദെൻ ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്. ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന, കളക്ട് ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളെ അഫക്ട് ചെയ്യാം. ജനറൽ പബ്ലിക്കിനെയും എൻവയോൺമെന്റിനെയും ഇത്തരം വേസ്റ്റുകൾ അഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഹൂ ഈസ് അറ്റ് റിസ്ക്? ക്ലിയർ ആണോ? അത് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് മൂലം ആരെയെല്ലാമാണ് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ. ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ ആരെല്ലാം വരാം? ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരെല്ലാം വരാം? ഡോക്ടർ, നഴ്സ്. ഓക്കെ, എല്ലാ സ്റ്റാഫുകളും വരുന്നുണ്ട്. ഡോക്ടർ, നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഓക്കെ, പിന്നെ ആരാണ്? പേഷ്യന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിക്കിനെയും എൻവയോൺമെന്റിനെയും ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പഠിച്ചു? എന്തായിരുന്നു? മെഡിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാത്തരം വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, ജനറൽ പബ്ലിക് ആൻഡ് ദ എൻവയോൺമെന്റ്. ജനറൽ പബ്ലിക്കിനെയും എൻവയോൺമെന്റിനെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ BMW അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടോക്സിക് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക അല്ലേ? അതേപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള റിസ്കുകൾ കുറയ്ക്കുക, പ്രൈസ് കുറയ്ക്കുക. പിന്നെന്തായിരുന്നു? റീയൂസ് ചെയ്യാൻ കഴിയുന്ന നോൺ ഹസാഡസ് വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ദെൻ സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? The primary contributor to the production of medical waste are primary and secondary sources. ഇപ്പൊ രണ്ട് സോഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. ഏതാണ്? പ്രൈമറി സോഴ്സും വരുന്നുണ്ട്, സെക്കൻഡറി സോഴ്സും വരുന്നുണ്ട്. പ്രൈമറി കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? പ്രൈമറി സോഴ്സും വരുന്നുണ്ട്, സെക്കൻഡറി സോഴ്സും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സോഴ്സിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്? Primary source include waste created in a hospitals, medical college, nursing center, dialysis center, maternity homes, blood bank, research lab, immunization center, autopsy center. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് ഈ പ്രൈമറി സോഴ്സ്? ഏതൊക്കെയാണ്? സ്ക്രോൾ. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം റിജു. ഓക്കെ, പ്രൈമറി സോഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സുകൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ് ഒരു സോഴ്സ് ആണ്. ഹോസ്പിറ്റൽസിൽ ഏതെല്ലാം വേസ്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതെല്ലാം വേസ്റ്റ് ആണ് ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ വേസ്റ്റ് ആണ്? ഓക്കെ, ഏതൊക്കെയാണ്? കെമിക്കൽ വേസ്റ്റ് അല്ലെ? കെമിക്കൽ വരാറുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? ഷാർപ്സ് വേസ്റ്റുകൾ വരാം അല്ലെ? ഷാർപ്സുകൾ ഏതൊക്കെയാ? നീഡിൽസ്, സ്കാൽപ്പൽസ് അല്ലെങ്കിൽ എന്താണ്? നൈഫ്സുകൾ. ഹോസ്പിറ്റലിന്റെ സർജറി ടൈമിൽ ഉപയോഗിക്കുന്ന ഷാർപ്സുകൾ ഒരു വേസ്റ്റ് ആയിട്ട് വരാം അല്ലെ? പിന്നെ ഏതൊക്കെയാണ്?
കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ ആയിട്ട് ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതെല്ലാം കെമിക്കൽ വേസ്റ്റ് ആയിട്ട് വരാം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷാർപ്സ് പറഞ്ഞു, കെമിക്കൽസ് പറഞ്ഞു. ദെൻ വെരി ഗുഡ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് ബ്ലഡ് ആൻഡ് ഇൻഫെക്ഷസ് വേസ്റ്റ് ആണ് അതല്ലേ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ അല്ലേ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, മെഡിസിൻസ്, ഉപയോഗിക്കാത്ത മെഡിസിൻസ് അല്ലെങ്കിൽ എന്താണ് എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ പിന്നേതാ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ എന്താണ് അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട്, ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുണ്ട്. അത്തരം ഡിവൈസുകൾ എന്താണ് ഈ വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. അപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒരു വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സോഴ്സ് ആണ്. ദെൻ മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ അല്ലെ, ബ്ലഡ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബ്ലഡിന്റെ ലീക്കേജ് വരാം, അല്ലെങ്കിൽ ബ്ലഡ് വേസ്റ്റ് ആയിട്ട് വരാം. ദെൻ മെറ്റേണിറ്റി ഹോംസ്, എന്താണ് മെറ്റേണിറ്റി ഹോംസ്? മെറ്റേണിറ്റി ഹോംസ് എന്തോ ഡെലിവറി ഓക്കെ. അപ്പൊ ഡെലിവറി ടൈമിൽ എന്തെല്ലാം വേസ്റ്റുകളാണ് വരുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വരുന്നുണ്ട് അല്ലെ. മെറ്റേണിറ്റി ഹോംസിൽ വരുന്ന വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വേസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, പിന്നെന്താണ്, നമ്മൾ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യില്ലേ, ആ ഒരു പാർട്ട് എന്താണ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പ്ലാസെന്റ നീക്കം ചെയ്യില്ലേ, പ്ലാസെന്റ, അതൊരു വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി സോഴ്സ് ആണ് മെറ്റേണിറ്റി ഹോംസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ് ബാങ്കിൽ ഏതൊക്കെ വേസ്റ്റ് ആയിരിക്കാം വരുന്നത്? ബ്ലഡ് ബാങ്ക്, ബ്ലഡ് വരാം അല്ലേ, അതെടുക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് ഷാർപ്സുകൾ വേസ്റ്റ് ആയിട്ട് വരാം. ആ സമയത്ത് വെയർ ചെയ്യുന്ന ഗ്ലൗസുകൾ വേസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ റിസർച്ച് ലാബിലാണെങ്കിലോ, റിസർച്ച് ലാബിലാണെങ്കിൽ ഏതൊക്കെ വേസ്റ്റാ വരുന്നത്? ലാബുകളിൽ ഏതൊക്കെ വേസ്റ്റ് വരാം? ഏതൊക്കെ ആയിരിക്കാം? ലാബിൽ പരിശോധിക്കാൻ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് എന്തോ ടെക്നിക്കൽ. ഓക്കെ, എന്താണ് ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് വരുന്നുണ്ട് അല്ലെ, കളക്ട് ചെയ്യുന്ന സാമ്പിൾസ്, അത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അല്ലെങ്കിൽ നീഡിൽസ് അല്ലെ, ഷാർപ്സുകള്, ഓക്കെ, കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഇതെല്ലാം ലാബുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ്. ക്ലിയർ ആണോ? ദെൻ ഇമ്മ്യൂണൈസേഷൻ സെന്റർ, എന്താണ് വാക്സിനേഷൻ എടുക്കാനായിട്ട് കൊടുക്കുന്ന വാക്സിൻസ് ചിലപ്പോ വേസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, എക്സ്പയർഡ് ആയിട്ടുള്ള വാക്സിൻ ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ആയിട്ട് വരാം. അത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? നീഡിൽസ് ആണെങ്കിൽ സിറിഞ്ച് നീഡിൽസ്, ആ സമയത്ത് നമ്മൾ വെയർ ചെയ്യുന്ന ഗ്ലൗസ്, മാസ്ക്, ഇതെല്ലാം എങ്ങനെയാണ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഓട്ടോപ്സി സെന്റർ, എന്താണ് ഓട്ടോപ്സി സെന്റർ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സെന്റർ. ഓക്കെ, അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഹ്യൂമന്റെ ഓർഗൻസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ ഇത്തരം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി സോഴ്സ് ചോദിച്ചാൽ ഏതെഴുതണം? ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്. ഹോസ്പിറ്റൽസ് എഴുതാം, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, പിന്നെ ഏതായിരുന്നു? മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, ഓട്ടോപ്സി സെന്റർ. ക്ലിയർ ആണോ? ഇതെല്ലാം വരുന്നത് ഏത് സോഴ്സിലാണ്? പ്രൈമറി സോഴ്സ്. ഓക്കെ, പ്രൈമറി സോഴ്സിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഇതെല്ലാം എഴുതാം. ദെൻ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയായിരിക്കും? അപ്പോ ഇൻക്ലൂഡ്സ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര.
വീടുകളിൽ നിന്ന് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഒരു വീട്ടിലൊരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ എന്താണ് പലതരം വേസ്റ്റുകൾ വന്നേക്കാം അല്ലെ. പേഷ്യന്റ് മെഡിസിൻസ് കഴിക്കുന്നതാണെങ്കിൽ എന്താണ് എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ആയിട്ട് വരാം അല്ലേ. ഇപ്പൊ എന്തെങ്കിലും മുറിവ് പറ്റി ബാൻഡേജ് യൂസ് ചെയ്താൽ ആ ബാൻഡേജ് എന്താണ് ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ക്ലിയർ ആണോ? പിന്നെന്തൊക്കെയാ ആയിരിക്കാം? കോട്ടൺ. ഓക്കെ കോട്ടൺ വേസ്റ്റ് ആയിട്ട് വരാം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന കോട്ടൺസ് വരാം. പിന്നെ ഏതാണ് ബാൻഡേജ് വരാം. ദെൻ ഷാർട്സുകൾ വരാം അല്ലേ. ഷാർട്സുകൾ ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് നീഡിൽസ് ഒക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാണ്? ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ രണ്ട് സോഴ്സ് ആണ് വരുന്നത്. പ്രൈമറി സോഴ്സും വരുന്നുണ്ട്, സെക്കൻഡറി സോഴ്സും വരുന്നുണ്ട്. പ്രൈമറി സോഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാമാണ്? പ്രൈമറി സോഴ്സ് ഏതൊക്കെയാണ്? ബയോമെഡിക്കൽ മെഡിക്കൽ കോളേജ്, ഓക്കെ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോം, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, ഓട്ടോപ്സി സെന്റർ. ഓട്ടോപ്സി സെന്റർ ഓക്കെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സെന്ററുകളും. ദെൻ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് വരുന്നുണ്ട്, ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഏതെല്ലാമാണ്? 8 categories of medical waste are presented by the World Health Organization, WHO. and the WHO World Health Organization. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എന്താണ് അവരുടെ കണക്ക് പ്രകാരം 8 categories of medical waste വരുന്നുണ്ട്. എത്ര കാറ്റഗറീസാ? 8 categories of medical waste വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 8 categories? ജനറൽ വേസ്റ്റ്, pathological waste, radioactive waste, chemical, infectious to potentially infectious waste. അതായത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ബ്ലഡ് ആയിരിക്കാം, ബോഡി ഫ്ലൂയിഡ് ആയിരിക്കാം. ദെൻ ഷാർപ്സ് വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നുണ്ട്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 8 categories ഓഫ് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടെന്നാണ് WHO പറയുന്നത്. ഏതൊക്കെയാണ്? ജനറൽ വേസ്റ്റ്. ഏതൊക്കെയായിരിക്കാം ജനറൽ വേസ്റ്റിൽ വരുന്നത്? ജനറൽ വേസ്റ്റ്, ജനറൽ ആയിട്ട് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? പേപ്പർ വരാം, ടിഷ്യൂസ് വരാം അല്ലെ, ഫുഡ് വേസ്റ്റ് വരാം. ഓക്കെ, അതൊക്കെ ജനറൽ വേസ്റ്റ് ആ കാറ്റഗറീസിൽ വരുന്നതാണ്. പത്തോളജിക്കൽ വേസ്റ്റിൽ ഏതൊക്കെ വരാം? പത്തോളജിക്കൽ വേസ്റ്റിൽ ഓർഗൻസ് വരാം. ഓക്കെ, ഒരു സർജറി ടൈമിൽ നിന്നും ഒരു പേഷ്യന്റിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ഓർഗൻസ് അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂസ് വരാം. ഓക്കെ, ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞില്ലേ എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നമ്മൾ ട്യൂമർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അതൊരു വേസ്റ്റ് ആയിട്ട് വരാം. ദെൻ കെമിക്കൽ വേസ്റ്റ് ഏതൊക്കെയാണ്? കെമിക്കൽ ലാബിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് വരാം. സൊല്യൂഷൻസ് ആയിട്ട് അല്ലെ, ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാ? ഹൈലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് പോലുള്ള ഹൈലി ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ വരുന്നുണ്ട്. ദെൻ ഷാർപ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാ ഷാർപ്സിൽ വരുന്ന വേസ്റ്റുകൾ? നീഡിൽസ് വരാം, ദെൻ നൈഫ്സ് വരാം, സിസേഴ്സ് വരാം. ഓക്കെ, ദെൻ ഫാർമസ്യൂട്ടിക്കൽസിൽ അല്ലെ എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഉപയോഗിക്കാത്ത മരുന്നുകൾ, കണ്ടാമിനേറ്റഡ് മെഡിസിൻസ് ഏതിൽ വരാം? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ? നോക്കിക്കോളൂ. Pressurized container waste means
waste made up of both full or empty container with pressurized liquid, gas or powdered materials, including gas containers and aerosol cans. എന്താണ് ഇപ്പൊ നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബോട്ടിൽ ഉണ്ട് അല്ലേ അല്ലേ? അത്തരം ബോട്ടിൽസ്, അത്തരം കണ്ടെയ്നറിനെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ചിലപ്പോൾ മെഡിസിൻസ് ആയിരിക്കാം അല്ലെ, മെഡിക്കേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്താണ് ഡിസിൻഫെക്റ്റന്റ് അല്ലെ സൊല്യൂഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രോഡക്ട്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത്തരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ കണ്ടെയ്നറിനെയാണ് നമ്മൾ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിൽ ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പൗഡർ ആയിരിക്കാം, ഗ്യാസ് ആയിരിക്കാം, വാട്ടെവർ ഇറ്റ്സ്, അത്തരം കണ്ടെയ്നറിനെയാണ് നമ്മൾ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. അപ്പൊ ഉപയോഗിച്ചതോ ഉപയോഗം കഴിഞ്ഞതോ ആയിട്ടുള്ള അല്ലെ, ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ഇത്തരം കണ്ടെയ്നറുകൾ ഒരു വേസ്റ്റ് ആയിട്ട്, ഒരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ആ കാറ്റഗറിയിലാണ് ഇത്തരം ബോട്ടിൽസ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? Then aerosol cans എന്ന് അവിടെ കണ്ടേ. aerosol cans എന്താ aerosol can എന്ന് പറഞ്ഞാല്? നേരത്തെ പറഞ്ഞ ബോട്ടിൽസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം പ്രോഡക്ട്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രഷറൈസ്ഡ് കണ്ടെയ്നറുകളാണ് എറോസൽ ക്യാൻസ് എന്ന് പറഞ്ഞാൽ. ഈ ബോട്ടിൽസിന് തന്നെയാണ് എന്താ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ എറോസൽ ക്യാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് 8 കാറ്റഗറി? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായ പ്രകാരം 8 കാറ്റഗറീസ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാ 8 കാറ്റഗറീസ് ഓഫ് മെഡിക്കൽ വേസ്റ്റ്? ഏതൊക്കെയാണ്? ജനറൽ വേസ്റ്റ്, ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ, പത്തോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻ വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പിന്നെ കണ്ടെയ്നേഴ്സ്. then the last one pressurized containers. Okay, clear ആണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് 8 കാറ്റഗറീസ് ആണ്. മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രകാരം, അതിന്റെ കണക്ക് പ്രകാരം എന്താണ് മെയിൻ ആയിട്ട് 8 കാറ്റഗറീസ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ജനറൽ വേസ്റ്റ് വരുന്നുണ്ട്, പത്തോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഹൈലി ഇൻഫെക്ഷസ് വേസ്റ്റ്, ഷാർപ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാം. എന്താണ് നമ്മൾ ഈ മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിൽസിനെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ആ ബോട്ടിൽ ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കാം അല്ലെ, പൗഡർ ആയിരിക്കാം, ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കാം. ഓക്കെ, എല്ലാ ബോട്ടിൽസും, ലോക്ക് ചെയ്ത് വരുന്ന എല്ലാ ബോട്ടിൽസും പ്രഷറൈസ്ഡ് കണ്ടെയ്നർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Then 2 types of waste ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 2 types of waste? ബയോമെഡിക്കൽ വേസ്റ്റ് 8 കാറ്റഗറീസ് ആണെന്ന് പറഞ്ഞു അല്ലേ. സാധാരണ ഒരു വേസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് വേസ്റ്റ് വരാം. ഏതൊക്കെയത്? ഹസാഡസ് വേസ്റ്റ് വരാം, നോൺ ഹസാഡസ് വേസ്റ്റ് വരാം. എന്താണ് ഹസാഡസ് വേസ്റ്റ്? നോക്കാം എന്താണ്. ഫസ്റ്റ് വൺ ആണ് നോൺ ഹസാഡസ് വേസ്റ്റ്. Approximately 85% of garbage generally in the majority of healthcare facilities is non-hazardous. This involves waste, for instance, food scraps and fruit peels, along with wash water and paper cartons, packaging materials, and so on. Non-hazardous waste 85% of garbage generally ഏത് കാറ്റഗറീസിലാണ് വരുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന 85% ഗാർബേജും വരുന്നത് നോൺ ഹസാഡസ് വേസ്റ്റിലാണ്, അപകടകരമല്ലാത്ത വേസ്റ്റ് എന്നതിലാണ് വരുന്നത്. ഏതൊക്കെയാണ് അത്തരം വേസ്റ്റുകൾ? ഡേഞ്ചർ അല്ലാത്ത വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം നോൺ ഹസാഡസ് വേസ്റ്റുകളിൽ വരുന്നത്? 85% ആണ്. ഏതൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്സ് വരാം അല്ലെ, ഫുഡിന്റെ അവശിഷ്ടങ്ങൾ വരാം, ഫ്രൂട്ട് പീൽസ് വരാം, then വാഷ് വാട്ടർ അല്ലെ, നമ്മൾ കഴുകുന്ന വാട്ടർ വരാം, പേപ്പർ കാർട്ടൺസ് എന്താണ് പേപ്പർ കണ്ടെയ്നേഴ്സ് ഇല്ലേ, then പാക്കേജിംഗ് മെറ്റീരിയൽസ്, പാക്കേജ് ചെയ്യുന്ന ബോക്സുകൾ വരാം. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? ഏതു പേരിലാണ്? പേപ്പർ ആയിക്കോട്ടെ, ഫുഡ് സ്ക്രാപ്സ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് പീൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം വരുന്നത് ഏത് കാറ്റഗറിയിലാണ്?
നോൺ ഹസാർഡ് വേസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നോൺ ഹസാഡസ് വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നോൺ ഹസാഡസ് വേസ്റ്റ്? മെഡിക്കൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗാർബേജിലും മെജോറിറ്റി 85% വേസ്റ്റും വരുന്നത് നോൺ ഹസാഡസ് വേസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ദെൻ ഹസാഡസ് വേസ്റ്റ് എന്താണ്? Hazardous waste might consist of solid, liquid, sludges or contained gases, and they are principally produced by hospitals and other industrial activities. They may harm damage during insufficient procedures for storage, transportation, treatment or disposal operations. അപ്പോൾ ഈ ഹസാഡസ് വേസ്റ്റുകൾ ഏതൊക്കെയാ? ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹസാഡസ് വേസ്റ്റുകൾ സോളിഡ് ഫോമിലായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഏതാണ് ലിക്വിഡ് ഫോമിലായിരിക്കാം, ദെൻ ഗ്യാസ് ഫോമിലായിരിക്കാം, അതുമല്ലെങ്കിൽ സ്ലഡ്ജസ്, സെമി സോളിഡ് ചെളി ഫോമില്ലേ, അതായത് സെമി സോളിഡ്, ലിക്വിഡുമല്ല സോളിഡുമല്ല, അതിന്റെ മിഡിലിൽ നിൽക്കുന്ന സെമി സോളിഡ് ഫോമിലായിരിക്കാം. ഇത്തരം വേസ്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പോ ഹസാഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? നേരത്തെ പറഞ്ഞ എല്ലാ വേസ്റ്റുകളും, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, പിന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ ഏതൊക്കെയായിരുന്നു? ഫാർമസ്യൂട്ടിക്കൽ ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, ഷാർട്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത്തരം വേസ്റ്റുകളെല്ലാം ഹസാഡസ് വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? 85% നോൺ ഹസാഡസ് വേസ്റ്റ് ആണ്. ബാക്കി വരുന്ന വേസ്റ്റുകളെല്ലാം ഹസാഡസ് വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് പേജിൽ ഒരു ചാർട്ട് കാണാം, കണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ബയോമെഡിക്കൽ വേസ്റ്റ് കണ്ടോ? ക്ലിയർ ആണോ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? സുറുമി, എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരുന്നു? മെഡിക്കൽ ആക്ടിവിറ്റീസിലൂടെയോ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ അറിയപ്പെടുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ്, അതുമല്ലെങ്കിൽ BMW. ക്ലിയർ ആണോ? ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹസാഡസ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാഡസ് വേസ്റ്റ്. ഏതൊക്കെയാണ്? ഹസാഡസ് വേസ്റ്റ്, ദെൻ നോൺ ഹസാഡസ് വേസ്റ്റ്. നോൺ ഹസാഡസ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കും വരുന്നത്? നോൺ ഹസാഡസ് വേസ്റ്റ് ഏതൊക്കെയാണ്? ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് വരുന്നുണ്ട്, ദെൻ പേപ്പർ ബാഗ്സ്. ഓക്കെ, അപ്പൊ ഇത്തരം വേസ്റ്റുകൾ വരുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ, വീണ്ടും ഉപയോഗിക്കാൻ, റീയൂസ് ചെയ്യാൻ കഴിയുന്ന, റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ വേസ്റ്റുകളും വരുന്നത് നോൺ ഹസാഡസ് വേസ്റ്റിലായിരിക്കും. ക്ലിയർ ആണോ? ദെൻ ഹസാഡസ് വേസ്റ്റിനെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ആൻഡ് അതർ ഹസാഡസ് വേസ്റ്റ്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹസാഡസ് വേസ്റ്റ് ആൻഡ് നോൺ ഹസാഡസ് വേസ്റ്റ്. ഓക്കെ, ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. നോൺ ഹസാഡസ് വേസ്റ്റോ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റാൻസസ് ആണ് നോൺ ഹസാഡസ് വേസ്റ്റിൽ വരുന്നത്. ദെൻ ഹസാഡസ് വേസ്റ്റിന് അപകടകരമായിട്ടുള്ള ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇൻഫെക്ഷസ് വേസ്റ്റുകൾ വരുന്നുണ്ട്, അതർ ഹസാഡസ് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റ് എന്താ? ഇൻഫെക്ഷസ് വേസ്റ്റ്? എന്താ? ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസസ് അല്ലെ, ചാൻസസ് ഉള്ള വേസ്റ്റുകളാണ് അല്ലെ. ഇത്തരത്തിലുള്ള വേസ്റ്റിന്റെ കോണ്ടാക്റ്റിലൂടെ ഒരു പേഴ്സൺ എന്താണ്? ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ലിക്വിഡ് വേസ്റ്റ്, നീഡിൽസ്. ലിക്വിഡ് വേസ്റ്റിൽ ഏതൊക്കെ വരാം? ഇൻഫെക്ഷന് കാരണമാകാൻ ചാൻസസ് ആയിട്ടുള്ള ലിക്വിഡ് ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. വെരി ഗുഡ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലിക്വിഡ് വേസ്റ്റ് ആണ്. ഇൻഫെക്ഷൻ വരാൻ കാരണമാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ലിക്വിഡ് വേസ്റ്റ് അല്ലെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ ലിക്വിഡ് വേസ്റ്റ് ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ദെൻ നോൺ ഷാർപ്സ് ഏതൊക്കെയായിരിക്കാം? നോൺ ഷാർപ്സ്
ഇൻഫെക്ഷൻ വരാൻ കാരണമാകുന്ന ഷാർപ്സ് അല്ലാത്ത ഏതൊക്കെയാണ് സബ്സ്റ്റാൻസസ്? ഇപ്പൊ ഷാർപ്സിൽ നമുക്ക് നീഡിൽസ് ഒക്കെ പറയാം അല്ലെ. ഷാർപ്സ് അല്ലാത്തത് ഏതൊക്കെയാ? ഇൻഫെക്ഷൻ പടർത്താൻ കഴിവുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ഗ്ലൗസ് അല്ലെ, PPE വരാം അല്ലെ, ഗ്ലൗസ്, മാസ്ക് അല്ലെ, നമ്മൾ വെയർ ചെയ്യുന്ന PPE എന്താണ്? നോൺ ഷാർപ്സ് അല്ലെ, അല്ലെങ്കിൽ ഇൻഫെക്ഷസ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ പിന്നെ ഏതാണ്? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഏതൊക്കെ ആയിരിക്കാം? പ്ലാസ്റ്റിക്, ഇങ്ങനെ പ്ലാസ്റ്റിക് ഫോമിൽ വരുന്നത്, ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകൾ ഏതൊക്കെയാ? സിറിഞ്ച് വരുന്നുണ്ട് അല്ലേ, സിറിഞ്ച് വരാം, PPE കവർ, PPE കിറ്റ് വരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മെയിൻലി ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് ഏതാണ്? നോൺ ഷാർപ്സ് ആയിട്ടുള്ള, എന്താണ് ക്ലിയർ ആയില്ല, നോൺ ഷാർപ്സ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. ലിക്വിഡ് വേസ്റ്റുകൾ എല്ലാം എങ്ങനെയാണ്? ഇൻഫെക്ഷൻസ് പടർത്താൻ കഴിയുന്ന തരത്തിലുള്ള വേസ്റ്റുകളാണ്. ക്ലിയർ ആണോ? ദെൻ അതർ ഹസാഡസ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? അതർ ഹസാഡസ് വേസ്റ്റ് ഏതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഓക്കെ, ഡിസ്കാർഡഡ് ഗ്ലാസ്, നമ്മൾ ഉപേക്ഷിക്കുന്ന ഗ്ലാസ്. ദെൻ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ബോട്ടിൽസ് വരുന്നുണ്ട് അല്ലെ, മെഡിസിൻസ് സൂക്ഷിച്ചു വെക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ സൂക്ഷിച്ചു വെക്കുന്ന ബോട്ടിൽസ്, അതെന്താണ്? ഒരു ഹസാഡസ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റ്? നമ്മുടെ ജീവനുള്ള സെൽസിനെ നശിപ്പിക്കാൻ കഴിയുന്ന, ഡാമേജ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, സെൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക്. ഓക്കെ, നമ്മൾ ഈ ക്യാൻസറിന് കഴിക്കുന്ന ഈ മരുന്നുകളിൽ ഈ സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്, ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയായിരിക്കും? ഇത്തരം മെഡിസിൻസ് സൂക്ഷിച്ചു വെക്കുന്ന ബോട്ടിൽസ് ഇല്ലേ, അത് ഉപയോഗത്തിന് ശേഷം നമ്മൾ എന്താണ് ബോട്ടിൽസ് എറിഞ്ഞു കളയാറാ പതിവ് അല്ലേ. അത്തരം എന്താണ് ബോട്ടിൽസ് ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് ക്യാരി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാല്? സെൽസിനെ ഡാമേജ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക്. ക്യാൻസറിന് കഴിക്കുന്ന മരുന്നിലെ ഈ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. ദെൻ ഇൻസിനറേറ്റർ ആഷ്. എന്താണ് ഇൻസിനറേറ്റർ? ഇൻസിനറേറ്റർ ആഷ്. എന്താണ് ആഷ്? ചാരം. ഓക്കെ, അപ്പൊ ഇൻസിനറേറ്റർ ആഷ് എന്തായിരിക്കാം? ഇൻസിനറേറ്റർ എന്താണ്? നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഓർക്കുന്നുണ്ടോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ വേസ്റ്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജീസ് ആണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. അതിലെന്താ പഠിച്ചത്? ഹൈ ടെമ്പറേച്ചറിലൂടെ ഇത്തരം വേസ്റ്റുകളെ കടത്തിവിടുന്നു അല്ലെ, അങ്ങനെ ആ വേസ്റ്റുകളുടെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നു. ഓർക്കുന്നുണ്ടോ? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. അപ്പൊ അതേപോലെ തന്നെ ഇത്തരം എന്താണ്, ഇതൊരു ഫർണസ് ആണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ഫർണസ് ആണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഈ ഫർണസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നുണ്ട്. അപ്പൊ ചില വേസ്റ്റുകൾ എന്താകുന്നുണ്ട്? ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നുണ്ട്, ചിലത് ഗ്യാസ് ഫോമിലോട്ട് മാറുന്നുണ്ട്, ചിലത് സോളിഡ് ഫോമിലോട്ട് മാറുന്നുണ്ട്. അങ്ങനെ വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ ആ ഇൻസിനറേറ്റർ, ആ ഡിവൈസിൽ അവശേഷിക്കുന്ന ആഷ്, ചാരത്തിനെയാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ളതാണ് ഇത്തരം ആഷില്. എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ എന്താണ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ എൻവയോൺമെന്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും ഇത്തരം ഇൻസിനറേറ്ററിൽ നിന്നുള്ള ആഷ് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? മെഡിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ്. WHO അഭിപ്രായ പ്രകാരം 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ,
ഏതൊക്കെയായിരുന്നു അത്? General waste, pathological waste, radioactive, chemical, infectious to potentially infectious waste, sharps, pharmaceutical, pressurized containers. ഓക്കെ. ബയോമെഡിക്കൽ വേസ്റ്റ് മെയിൻലി 2 ടൈപ്സ് ഓഫ് വേസ്റ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹസാഡസ് വേസ്റ്റും വരുന്നുണ്ട്, നോൺ ഹസാഡസ് വേസ്റ്റും വരുന്നുണ്ട്. അതിൽ നോൺ ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും അത്തരം പദാർത്ഥങ്ങളെ റീയൂസ് ചെയ്യാം, അല്ലെ? വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സബ്സ്റ്റാൻസസ് ആണ് നോൺ ഹസാഡസ് വേസ്റ്റിൽ വരുന്നത്. അതേസമയം ഹസാഡസ് വേസ്റ്റ് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ, ബാഡ്ലി അഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സബ്സ്റ്റാൻസസ് അടങ്ങിയിരിക്കുന്നതാണ് ഹസാഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹസാഡസ് വേസ്റ്റ് എന്താണ്, നോൺ ഹസാഡസ് വേസ്റ്റ് എന്താണ്? ഓക്കെ. ഇനി വരുന്നത് ഹസാഡസ് വേസ്റ്റിനെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? Infectious waste and other hazardous waste. ഇൻഫെക്ഷൻസിലൂടെ, അല്ലെ, നമുക്ക് ഇൻഫെക്ഷൻസിലൂടെ അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങൾ ഉണ്ട്, അല്ലെ, സബ്സ്റ്റാൻസസ് ഉണ്ട്. അത്തരം വേസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇൻഫെക്ഷ്യസ് വേസ്റ്റിലാണ്. ദെൻ മറ്റേതേതായിരുന്നു? അതർ ഹസാഡസ് വേസ്റ്റ്, അല്ലേ? നെക്സ്റ്റ് വൺ ഏതാണ്? അതർ ഹസാഡസ് വേസ്റ്റ്. അതിലേതൊക്കെയാ വരുന്നത്? Radioactive waste, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നുണ്ട്. ദെൻ discarded glass, pressurized container, ഗ്ലാസസ് വരുന്നുണ്ട്. ദെൻ പിന്നെ ഏതൊക്കെയാണ്? pressurized container, chemical waste, കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. cytotoxic waste, സൈറ്റോടോക്സിക് വേസ്റ്റ് വരുന്നുണ്ട്. incinerator ash. ഇൻസിനറേറ്റർ ആഷ്. അപ്പൊ എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റ്? സെൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള സബ്സ്റ്റൻസസ്. സെൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള സബ്സ്റ്റാൻസസ് അടങ്ങിയിരിക്കുന്നതാണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻസറിന് യൂസ് ചെയ്യുന്ന എന്താണ് മെഡിസിൻസിൽ ഇത്തരം സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അതിട്ട് വെക്കുന്ന ബോട്ടിൽസ്, അല്ലെ, ആ ബോട്ടിൽസിലും ഇത്തരം സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഇത്തരം ബോട്ടിൽസ് എൻവയോൺമെന്റിൽ എത്തിച്ചേർന്നാൽ അത് എൻവയോൺമെന്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ദെൻ ഇൻസിനറേറ്റർ ആഷ് എന്താണ്? ഇൻസിനറേറ്ററിൽ ആ ഡിവൈസിൽ അവശേഷിക്കുന്ന ആഷ് എങ്ങനെയുള്ളതാണ്? ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുണ്ട് അത്തരം ആഷിൽ. ഓക്കെ. അതെന്താണ്? എൻവയോൺമെന്റിൽ എത്തിച്ചേർന്നാൽ വീണ്ടും എങ്ങനെയാണ്? ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഇൻസിനറേറ്റർ ആഷ് പറയുമ്പോൾ നിങ്ങൾ വീടുകളിൽ അടുപ്പിൽ കത്തിക്കുന്നവരുണ്ടാകും, അല്ലെ? അപ്പൊ നമുക്കറിയാം അടുപ്പിലാണെങ്കിൽ എന്താണ് താഴെ ഒരു സെറ്റ് ഓഫ് ആഷ് ഉണ്ടായിരിക്കും, അല്ലെ? എന്താണ്? കനലുകള് സോളിഡ് ഫോമില് ഒരു ടൈപ്പ് ഓഫ് ആഷ് ഉണ്ടായിരിക്കും, ഇല്ലേ? അതേപോലെ തന്നെ എയറില് ഫ്ലൈ ചെയ്യുന്ന ആഷ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ മുകൾ ഭാഗത്തൊക്കെ ഫ്ലൈ ചെയ്തു പോയിരിക്കുന്ന ആഷസ് ഉണ്ടായിരിക്കാം, ചാരം ഉണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ 2 ടൈപ്സ് ഓഫ് ആഷ് വരുന്നുണ്ട്. അതാണ് ബോട്ടം ആഷ് ആൻഡ് ഫ്ലൈ ആഷ്. ഓക്കെ. ഇൻസിനറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന 2 ടൈപ്സ് ഓഫ് ആഷ് ആണ് ബോട്ടം ആഷ് ആൻഡ് ഫ്ലൈ ആഷ്. മുകൾ ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ആഷുണ്ട്, അതേപോലെ തന്നെ ഇൻസിനറേറ്ററിന്റെ താഴെ ഭാഗത്ത് ബോട്ടത്തില് കളക്ട് ചെയ്യപ്പെടുന്ന ആഷുണ്ട്. ഈ രണ്ട് ആഷസും എങ്ങനെയാണ്? ഡേഞ്ചറസ് ആണ്, അല്ലെ? ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ മെയിൻലി ഇൻസിനറേറ്റർ ഡിവൈസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇൻസിനറേറ്റർ ഡിവൈസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വേസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ. വേസ്റ്റുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെ? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ആണെങ്കിൽ എന്താണ്? ഇൻസിനറേറ്ററിൽ വന്നതിന് ശേഷം അത് ഒരു ആഷ് ഫോമിലോട്ട് മാറുന്നുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി കുറയുന്നില്ലേ? അപ്പൊ അത്തരത്തിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ അവശേഷിക്കുന്ന ആഷ് ആണ് ഇൻസിനറേറ്റർ ആഷ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പഠിച്ചു. എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? സൂര്യ, എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? ബയോളജിക്കൽ ആക്ടിവിറ്റീസിലൂടെയും മെഡിക്കൽ ആക്ടിവിറ്റീസിലൂടെയും ഫോം ചെയ്യുന്ന വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇതിനെ മെഡിക്കൽ ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നും പറയും. ഓക്കെ. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്?
ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നെക്സ്റ്റ് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഇത്തരം വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കുക. ഓക്കെ അതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. നോൺ ഹസാഡസ് വേസ്റ്റ് റീയൂസ് ചെയ്യുക. ഓക്കെ, ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? ആരെയൊക്കെ ബാധിക്കാം ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, ജനറൽ പബ്ലിക് ആൻഡ് എൻവയറൺമെന്റ്. ഓക്കെ, ദെൻ സോഴ്സസ് ഏതൊക്കെയാ? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മെയിൻലി 2 സോഴ്സസ് ആണ്. ഏതൊക്കെയാണത്? പ്രൈമറി സോഴ്സും വരുന്നുണ്ട്, സെക്കൻഡറി സോഴ്സും വരുന്നുണ്ട്. പ്രൈമറി സോഴ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? എവിടെ നിന്നൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, immunization centers and autopsy centers, etc. ഓക്കെ, പോസ്റ്റ്മോർട്ടം നടത്തുന്ന സെന്ററുകൾ. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് പ്രൈമറി സോഴ്സസ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്ന പ്രൈമറി സോഴ്സസ് ചോദിച്ചാൽ ഈ എക്സാമ്പിൾസ് എഴുതാം. ദെൻ സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാ? ഹൗസ് ഹോൾഡ് വരുന്നുണ്ട്, ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, then biomedical waste according to WHO എത്രയായിട്ടാ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? 8 കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണത് 8 കാറ്റഗറീസ്? general waste, pathological, radioactive, chemical, infectious to potentially infectious waste, sharps, pharmaceutical, pressurized containers. Pressurized container. അപ്പോൾ WHO according to WHO there are 8 categories of medical waste. ജനറൽ വേസ്റ്റ് വരുന്നുണ്ട്, പാത്തോളജിക്കൽ ഒരു കാറ്റഗറി ആണ്. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾക്ക് മാത്രം ഒരു സെപ്പറേറ്റ് കാറ്റഗറീസ് ഉണ്ട്. കെമിക്കൽ വരുന്നുണ്ട്, ഇൻഫെക്ഷസ് ഹൈലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ വരുന്നുണ്ട്, ഷാർപ്സുകൾ വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വരുന്നുണ്ട്. ഈ എല്ലാത്തരം വേസ്റ്റുകളെയും ഒരുമിച്ചാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? ഒരുമിച്ചാണോ ഡിസ്പോസ് ചെയ്യുന്നത്? അല്ല അല്ലേ, കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ ഓരോ കാറ്റഗറീസിനും എന്താണ് ഒരു പ്രത്യേക കളർ കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കളർ കോഡിന്റെ ബേസിലാണ് നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നോൺ ഹസാഡസ് വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന 85% വേസ്റ്റുകളും എങ്ങനെയാണ്? നോൺ ഹസാഡസ് വേസ്റ്റിലാണ് വരുന്നത്. ഏതൊക്കെയായിരിക്കാം അതിന് എക്സാമ്പിൾസ്? Food scraps, fruit peels, wash water, paper cartons, packaging materials, പേപ്പർ കാർട്ടൺസ്, പേപ്പർ കണ്ടെയ്നേഴ്സ് ഉണ്ട് അല്ലേ? അതുപോലെ പാക്കേജിംഗ് മെറ്റീരിയൽസ് എല്ലാം നോൺ ഹസാഡസ് വേസ്റ്റിലാണ് വരുന്നത്. ദെൻ ഹസാഡസ് വേസ്റ്റ് ആണെങ്കിലോ? ഹസാഡസ് വേസ്റ്റിൽ ഏതൊക്കെയാ വരുന്നത്? സോളിഡ് ഫോമിൽ വരാം, ലിക്വിഡ് ഫോമിൽ വരാം, ഗ്യാസ് ഫോമിൽ വരാം അല്ലേ? നോൺ ഷാർപ്സ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വരുന്നുണ്ട്, ലിക്വിഡ് വേസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പോലുള്ള ഇൻഫെക്ഷസ് വേസ്റ്റുകൾ ഹസാഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഏതൊക്കെയാണ് ഹസാഡസ് വേസ്റ്റിൽ വരുന്നത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്നുണ്ട്, ഡിസ്കാർഡഡ് ഗ്ലാസ് വരുന്നുണ്ട്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വരുന്നുണ്ട്, കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, സൈറ്റോടോക്സിക് വേസ്റ്റ് വരുന്നുണ്ട്, ഇൻസിനറേറ്റഡ് ആഷ് വരുന്നുണ്ട്. ഈ ഹസാഡസ് വേസ്റ്റിൽ വരുന്ന എല്ലാ സബ്സ്റ്റൻസസും എങ്ങനെയാണ്? ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റാൻസസ് ആണ് നോൺ ഹസാഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്, ഈ 2 ടോപ്പിക്കും റീഡ് ചെയ്തിട്ട് വരണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മാം. ഓക്കെ, ബൈ. Thank you. Thank you, Miss.